So, dear students, welcome to Spartans. നമ്മൾ ഇന്ന് ഓപ്ഷണൽ ലെവലിൽ മോഡേൺ ഇന്ത്യ എന്ത് പഠിക്കണം എന്നുള്ളതാണ് ആദ്യത്തെ ഒരു സെഷനിൽ പറയാൻ വേണ്ടി പോകുന്നത്. വാട്ട് ടു സ്റ്റഡി ഫ്രം മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി. അപ്പൊ മോഡേൺ ഇന്ത്യ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ഡെഫിനറ്റ്ലി വിൽ ബി ഹാവിംഗ് മോർ അസോസിയേഷൻ ഇൻ ദ പ്രിലിംസ് എക്സാമിനേഷൻ ആസ് വെൽ ആസ് മെയിൻസ്. നമ്മൾ നല്ലതുപോലെ കേട്ടിട്ടുണ്ടാവും മോഡേൺ ഇന്ത്യ ആയിരിക്കും. മോഡേൺ ഇന്ത്യയിലെ പല ഇവന്റുകളും അത് എങ്ങനെയാണ് ഓപ്ഷണലിൽ നമ്മൾ പഠിക്കേണ്ടത്, എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്നുള്ളത് ആദ്യം നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് എന്തൊക്കെ പഠിക്കണം, അത് സിലബസ് ആണ്. ശേഷം എങ്ങനെ പഠിക്കണം എന്നുള്ളത് ക്ലാസ് റൂമിന്റെ അകത്ത് ഓരോ ടോപ്പിക് വരുമ്പോഴും ഈ ഒരു കാര്യം ശ്രദ്ധിച്ചേക്കണം എന്ന രീതിയിൽ എന്ത് ചെയ്യും പറഞ്ഞു തരും. അപ്പൊ ആ രീതിയിലുള്ള ലേണിംഗിലോട്ടാണ് നമ്മൾ പോകുന്നത്. സോ സ്റ്റാർട്ടിങ് വിത്ത് ദിസ് മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി, അതില് നമുക്ക് 14 ടോപ്പിക് ഉണ്ട്. നോക്കിക്കേ, 14 ടോപ്പിക് ഉണ്ട്. ഞാൻ ഈ 14 ടോപ്പിക് ഒന്ന് വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ എന്നൊന്ന് ആലോചിച്ച് നോക്കുക. ഓക്കെ, കാരണം നമ്മൾ മോഡേൺ ഇന്ത്യ പലപ്പോഴും കേട്ടതാണ്, പക്ഷെ ഇങ്ങനത്തെ സിലബസ് മോഡൽ നമ്മൾ കേട്ടിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് പറയുന്നത് സിലബസിൽ ഒന്ന് യൂറോപ്യൻ പെനിട്രേഷൻ ടു ഇന്ത്യ, ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ട്. ബ്രിട്ടീഷ് എക്സ്പാൻഷൻ ഇൻ ഇന്ത്യ, ഏർലി സ്ട്രക്ചർ ഓഫ് ബ്രിട്ടീഷ് രാജ്, ഇക്കണോമിക് ഇമ്പാക്ട് ഓഫ് ബ്രിട്ടീഷ് കൊളോണിയൽ റൂൾ, സോഷ്യൽ ആൻഡ് റിലീജിയസ് റിഫോംസ്, ഇന്ത്യൻ റെസ്പോൺസ് ടു ബ്രിട്ടീഷ് റൂൾ, ഏർലി ഇന്ത്യൻ നാഷണലിസം അണ്ടർ ഗാന്ധി, കോൺസ്റ്റിറ്റ്യൂഷണൽ ഡെവലപ്മെന്റ് ബിറ്റ്വീൻ 1858 ആൻഡ് 1935, അതർ സ്ട്രാൻഡ്സ് ഇൻ നാഷണൽ മൂവ്മെന്റ്. കണ്ടോ, ഇത് തന്നെ അവ്യക്തമാക്കി തന്നു. പൊളിറ്റിക്സ് ഓഫ് സെപ്പറേറ്റിസം ആൻഡ് ഇൻഡിപെൻഡൻസ്, കൺസോൾട്ടേഷൻ ആസ് എ നേഷൻ, കാസ്റ്റ് ആൻഡ് എത്നിസിറ്റി പോസ്റ്റ് 1947, ഇക്കണോമിക് ഡെവലപ്മെന്റ് ആൻഡ് പൊളിറ്റിക്കൽ ചേഞ്ച്. ഞാൻ ഈ മാർക്ക് ചെയ്തിരിക്കുന്ന ഈ 3 കാര്യങ്ങളുണ്ടല്ലോ, 10, 13, 14, ഇത് നിങ്ങൾ ഒരു പക്ഷേ പലപ്പോഴും പഠിച്ചിട്ടുണ്ടാവില്ല. 10 പിന്നെയും പഠിച്ചിട്ടുണ്ടാവും, 13, 14 നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ല. കാരണം നിങ്ങൾ എവിടെ പഠിക്കുകയാണെങ്കിൽ പോലും, അതായത് എവിടെ നിങ്ങൾ PCM പഠിക്കുകയാണെങ്കിൽ പോലും പലപ്പോഴും പോസ്റ്റ് ഇൻഡിപെൻഡൻസിന് ശേഷമുള്ള ഹിസ്റ്ററിക്ക് വലിയ റെലവൻസ് കൊടുക്കാറില്ല. കാരണം അത് പോസ്റ്റ് ഇൻഡിപെൻഡന്റ് ഇക്കണോമി പഠിക്കുന്നുണ്ട് എന്നുള്ളതുകൊണ്ട് അവിടെ പഠിക്കും, പൊളിറ്റി പഠിക്കുന്നുണ്ടുകൊണ്ട് അവിടെ പഠിക്കും, പക്ഷെ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിലോട്ട് പലപ്പോഴും പോകാറില്ല. പക്ഷെ അത് നമ്മൾ റെക്ടിഫൈ ചെയ്തിട്ട് നമ്മൾ കോംപ്രഹെൻസീവ് ആയിട്ട് പഠിക്കും. ഓക്കെ, അപ്പൊ അതാണ് നമ്മുടെ അജണ്ട വരുന്നത്. അപ്പൊ വളരെ ആക്റ്റീവ് ആയിട്ട് നിങ്ങൾ കൂടെ ഉണ്ടാവുക. ഇതിന്റെ അകത്ത് വരുന്ന കാര്യങ്ങളാണ് ഇനി ഡിസ്കസ് ചെയ്യുന്നത്. ഇതിന്റെ അകത്ത് വരുന്നത് ഒന്ന് നോക്കിക്കേ, കോർ ടോപ്പിക്സ്. ഈ കോർ ടോപ്പിക്സ് ആണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഇത് നിങ്ങൾ പഠിച്ചു പോയി കഴിഞ്ഞാൽ ഐ ക്യാൻ ഗ്യാരണ്ടി യു ദാറ്റ് നിങ്ങൾക്ക് ഹിസ്റ്ററി ഓപ്ഷണൽ എന്ന് ചോദിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യാൻ പറ്റും. ഒന്നാമത്തെ യൂണിറ്റ് നോക്കിയേ, യൂറോപ്യൻ പെനിട്രേഷൻ ടു ഇന്ത്യ. അതിൽ നമുക്ക് പോർച്ചുഗീസ് പഠിക്കാണ്ട്, ഡച്ച് പഠിക്കാണ്ട്, ഇംഗ്ലീഷ് പഠിക്കാണ്ട്, ഫ്രഞ്ച് പഠിക്കാണ്ട്. പക്ഷെ ഇതിൽ പോർച്ചുഗീസും ഡച്ചൊന്നും പരീക്ഷയ്ക്ക് ചോദ്യം ചോദിച്ചിട്ടില്ല, ചോദിക്കാറില്ല. ഈ ഇംഗ്ലീഷും ഫ്രഞ്ചും മാത്രമാണ് ചോദിക്കാറുള്ളത്. അതുകൊണ്ട് വിൽ ബി ഡിസ്കസിങ് ബാറ്റിൽ ഓഫ് പ്ലാസി, കർണാട്ടിക് വാർസ്. അതോടുകൂടി അവരെന്ത് ചെയ്തു, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിലോട്ട് പെനിട്രേഷൻ നടത്തി. പിന്നീട് അവിടെ നിന്നും എങ്ങനെയാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അവരുടെ പൊളിറ്റിക്കൽ എക്സ്പാൻഷൻ നടത്തുന്നത്, ദാറ്റ് ഈസ് ദ ബ്രിട്ടീഷ് എക്സ്പാൻഷൻ എന്ന് പറയുന്ന സെക്കൻഡ് യൂണിറ്റ്. അതിൽ നമ്മൾ ബക്സാർ പഠിക്കും. കേട്ടോ, ഒന്നാമത്തിൽ നമ്മൾ പ്ലാസി പഠിച്ചു ആസ് എ പെനിട്രേഷൻ, പക്ഷെ അതിനുശേഷം എക്സ്പാൻഡ് ചെയ്യാനുള്ള റീസൺ അത് ബക്സാർ ആയിരുന്നു. അപ്പൊ അവിടെ തന്നെ നിങ്ങൾക്ക് അതിന്റെ തീം കിട്ടി. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ പെനിട്രേറ്റ് ചെയ്യുന്നത് ബാറ്റിൽ ഓഫ് പ്ലാസിയിലൂടെയും അതേസമയത്ത് അവർ പെനിട്രേറ്റ് ചെയ്യുന്നത് ബക്സറിലൂടെയും ആണെന്നുള്ളത്. അപ്പൊ ആ ഒരു ഐഡിയയിലൂടെയാണ് സിലബസും തന്നിരിക്കുന്നത്. ദെൻ അതർ കോൺഗ്രസ് ലൈക്ക് ആംഗ്ലോ മൈസൂർ വാർസ്, ദ ട്രീറ്റി ഓഫ് ബസീൻ റിലേറ്റഡ് ടു ആംഗ്ലോ മറാത്ത വാർസ്, the conquest of Sindh, different policies like subordinate union, ring fence policy, then subsidiary system, role of Dalhousie, ഇങ്ങനത്തെ കുറച്ച് തീമാറ്റിക് ആയിട്ടുള്ള ടോപ്പിക്കുകൾ. ഇതിനൊക്കെ നമ്മൾ ഒരു ഹിസ്റ്റോറിക്കൽ അനാലിസിസ്, എത്രമാത്രം ഇത് ഇമ്പാക്ട്ഫുൾ ആയിരുന്നോ, എത്രമാത്രം ഇത് ഈ ഒരു ബ്രിട്ടീഷ് എക്സ്പാൻഷന് സാധിച്ചിട്ടുണ്ടായിരുന്നു, വാട്ട്സ് ഒപ്പീനിയൻ ഓഫ് ഹിസ്റ്റോറിയൻസ് ബേസ്ഡ് ഓൺ ദിസ് വൺ, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കൽ മാത്രമേ എന്തുള്ളൂ. അതായത് നിങ്ങൾ സാധാരണ പ്രിലിംസിന് പഠിക്കുന്ന ഒരു ടോപ്പിക്ക് അല്ലെ, പ്രിലിംസിന് പഠിക്കുന്ന ഒരു ടോപ്പിക്ക് ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ അതിൽ നിന്ന് വളരെ ഫാക്ച്വറിന്റെ ആയിട്ട് പഠിക്കാതെ കുറച്ചുകൂടെ കാര്യങ്ങൾ വൃത്തിക്ക് കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് മനസ്സിലാക്കി പഠിക്കലാണ് ഓപ്ഷണൽ. നത്തിങ് എൽസ്. ഓക്കെ, അപ്പൊ ആ രീതിയിൽ ഈ ടോപ്പിക് ഒന്ന് മനസ്സിലാക്കാനുള്ള ശ്രമമാണ് വേണ്ടത്. ഈ ആദ്യത്തെ 1-2 ടോപ്പിക് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. ഇസ് ദാറ്റ് ഓക്കെ? നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ചാറ്റ് വഴി ഒന്ന് നടത്തും കേട്ടോ. ഓക്കെ, ചാറ്റ് വഴി ഒന്ന് നടത്തിയാൽ മതി. ഇതിൽ ഓക്കെ ആണല്ലോ അല്ലെ? ഫൈൻ. ഇസ് ദാറ്റ് ക്ലിയർ ടു യു? Please do chat. Yeah, fine. Okay. നമ്മളിത് കേട്ടിട്ടുണ്ട് പ്രിലിംസിന് പഠിക്കുന്ന സമയത്ത്. Now നോക്കിക്കേ, ഏർലി സ്ട്രക്ചർ ഓഫ് ബ്രിട്ടീഷ് രാജ് എന്ന് പറയുന്നത് നമ്മുടെ 3rd യൂണിറ്റിൽ വരെ നോക്കിക്കേ. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി their contributions like the judicial administration, when we are discussing that one, how they established their early judicial things, ദിവാനി അദാലത്ത്, ഫൗജ്ദാരി അദാലത്ത് എന്നുള്ള വാക്കുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതിൽ നിന്ന് റെഗുലേറ്റിംഗ് ആക്ട്, പിറ്റ്സ് ഇന്ത്യ ആക്ട്, ചാർട്ടർ ആക്ട് 1833, ഇതിലൂടെയൊക്കെ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത് പ്രിലിംസിന്റെ ഒരു സൂപ്പർ ടോപ്പിക് ആണ്. ആ സൂപ്പർ ടോപ്പിക്കിനെ ഓപ്ഷനിൽ പഠിക്കുമ്പോൾ കുറച്ചുകൂടെ നമ്മളത് അനലൈസ് ചെയ്ത് മനസ്സിലാക്കി പഠിക്കുമ്പോൾ വൺ ലേണിംഗ് ഈസ് സഫിഷ്യന്റ്.
സാധാരണ പ്രിലിംസ് അടിക്കുമ്പോൾ അയ്യോ ഈ ആക്ടിന്റെ കീഴിലാണോ ഇത് വരുന്നത് എന്നുള്ള കൺഫ്യൂഷൻ പലപ്പോഴും നമുക്ക് ഉണ്ടാകാറുണ്ട്. പക്ഷെ അങ്ങനെയല്ല നമ്മൾ ഓപ്ഷനിൽ പഠിക്കുന്നത്. വിൽ ബി ഹാവ് എ ക്ലിയർ കട്ട് ഐഡിയ. യെസ്, ഇത് വന്നത് ഇന്നത് കൊണ്ടാണ്, അതുകൊണ്ട് ഇന്നത് സംഭവിച്ചു എന്നുള്ള വൃത്തിക്ക് അടിക്കുന്നവരുടെ കയ്യിലുണ്ടാവില്ലേ? ദാറ്റ്സ് ഗോയിങ് ടു ബി ഹെൽപ്ഫുൾ. Then economic impact of British colonial rule, in which you will be learning permanent and right-to-work settlement, commercialization of agriculture, deindustrialization, drain of wealth, economic transformation of India, famine situations. ഇതിൽ ഏതാ നിങ്ങൾ കേൾക്കാത്തതുള്ളത്? എവറിത്തിങ് യു ഹാവ് ഓൾറെഡി ലേൺ while you are doing your prelims examination, അല്ലെ? അപ്പൊ ഇങ്ങനത്തെ ഒരു കാര്യത്തിൽ എക്കണോമിക് ഇമ്പാക്ട് നമ്മൾ ഓരോന്നും വെച്ചിട്ട് ഇത് എത്രമാത്രം എക്കണോമിക്കലി ബ്രിട്ടീഷ് ഇന്ത്യയെ എഫക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത് വളരെ വൃത്തിക്ക് ഓരോ സെക്ടറും എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കുമ്പോൾ വിൽ ഗെറ്റ് മച്ച് മോർ ഐഡിയ ഹൗ ദ ബ്രിട്ടീഷ് ആക്ച്വലി ഡിസ്ട്രോയിഡ് ഇന്ത്യ എന്നുള്ളത്. അപ്പൊ ആ ഒരു ഐഡിയ ആണ് നമ്മൾ എടുക്കുന്നത്. ആ ഐഡിയക്ക് ശേഷമാണ് ഹൗ വി ആർ ഗോയിങ് ടു റീകവർ. അതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള ഇന്ത്യൻ എക്കണോമി സിൻസ് ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്. ഓക്കെ, അപ്പൊ ആ രീതിയിൽ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ഭാഗമായിട്ട് 4th യൂണിറ്റ് നമ്മൾ കവർ അപ്പ് ചെയ്യുന്നു. Now 5th യൂണിറ്റ് സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഡെവലപ്മെന്റ്. സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഡെവലപ്മെന്റ് നോക്കിക്കേ. എഡ്യൂക്കേഷൻ, പ്രസ്, ലിറ്ററേച്ചർ, കൊളോണിയൽ ഐഡിയോളജി. എഡ്യൂക്കേഷൻ, നമുക്ക് ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പുള്ള ഒരു പ്രീ എഡ്യൂക്കേഷൻ സിസ്റ്റം ഉണ്ട്. ബ്രിട്ടീഷുകാർ വന്നത് മുതൽക്കുള്ള മോഡേൺ എഡ്യൂക്കേഷൻ ഉണ്ട്. ക്രിസ്ത്യൻ മിഷനറിമാർ മുഖേന വന്നിട്ടുള്ള കുറച്ച് എഡ്യൂക്കേഷൻ ഉണ്ട്. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന പ്രസ്സും ലിറ്ററേച്ചറും ഉണ്ട്. ആൻഡ് ദേ ആർ ഗോയിങ് ടു ഇംപ്ലിമെന്റ് ദ കൊളോണിയൽ ഐഡിയോളജി. ഹോപ്പ് യു റിമെമ്പർ ദ വേർഡ്സ് ഓഫ് മെക്കോളെ. Maybe they'll be Indians in their blood. കളർ കൊണ്ട് അവർ പക്ഷെ ഇന്ത്യക്കാരായിരിക്കാം. ബട്ട് വിത്ത് ദർ ടേസ്റ്റ്, ഒപ്പീനിയൻ, മോറൽ ആൻഡ് ഇന്റലക്ട് they'll be the British people. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ, വെസ്റ്റേൺ എഡ്യൂക്കേഷൻ നമ്മൾ കൊടുത്തിരിക്കണം എന്നുള്ളത് മെക്കോള മിനിറ്റിന്റെ സമയത്ത് ലോർഡ് മെക്കോള പറഞ്ഞതിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതാണ് കൊളോണിയൽ ഐഡിയോളജി. അപ്പൊ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ ഒരു ഐഡിയോളജിയും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഡെഫിനറ്റ്ലി ദാറ്റ് ഈസ് ഗോയിങ് ടു എഫക്ട് ദ ട്രഡീഷണൽ വാല്യൂസ് ആൻഡ് കൾച്ചർ ഓഫ് ഇന്ത്യ. അപ്പൊ അതിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി, അതുപോലെ സൊസൈറ്റിയിൽ കുറച്ചുകൂടെ പ്രോഗ്രസീവ് ആയിട്ടുള്ള മാറ്റങ്ങൾ വരാൻ വേണ്ടി there we can see revivalism as well as reformative movement. അതാണ് 6th യൂണിറ്റ്. സോഷ്യൽ ആൻഡ് റിലീജിയസ് റിഫോംസ്. രാജാ റാം മോഹൻ റോയ് വെരി ഇമ്പോർട്ടന്റ് ആണ്. യങ് ബംഗാൾ മൂവ്മെന്റ് ഓഫ് ഹെൻറി വിവിയൻ ഡെറോസിയോ, ആര്യ സമാജ്, മോഡേൺ ഇന്ത്യ ട്രാൻസ്ഫോർമേഷൻ, കാസ്റ്റ് മൂവ്മെന്റ് ലൈക്ക് ജ്യോതിബ ഫൂലെ, ഡോക്ടർ BR അംബേദ്കർ, ദെൻ പെരിയാർ, രാമസ്വാമി നായ്ക്കർ. അപ്പൊ അങ്ങനെ കുറച്ച് ആൾക്കാരുടെ പ്രധാനപ്പെട്ട മൂവ്മെന്റുകളിലൂടെ അതിന്റെ ഇമ്പാക്ടും കാര്യങ്ങളും കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ തീമാറ്റിക് ആയിട്ടുള്ള ടോപ്പിക്കുകളും ഡിസ്കഷൻ ആണ് നമ്മൾ പഠിക്കേണ്ടത്. ദാൻ സിംപ്ലി ബൈ ഹാർട്ടിങ് സം വെരി ഇമ്പോർട്ടന്റ് ഫാക്ട്സ്. എവിടെന്നെങ്കിലും കിട്ടുന്ന ഏതെങ്കിലും ആ ഒരു ടേബിളും കാര്യങ്ങളും മാത്രം പഠിച്ചു വെച്ചിട്ടോ അല്ലെങ്കിൽ ഇൻഫോർമേഷൻ മാത്രം പഠിച്ചു വെച്ചോണ്ടോ നിങ്ങൾക്ക് നല്ലൊരു ആൻസർ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. മേക്ക് ഷുവർ ദാറ്റ് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഇത് പ്രിലിംസിന് മാത്രമല്ല മെയിൻസിനും കൂടെ ഉണ്ടെന്നുള്ളത്. അപ്പൊ ഒരു അനാലിസിസ് കൂടെ കയറി വരുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ ലേണിംഗ് പ്രോസസ് നന്നാവുള്ളൂ. ഓക്കെ, സോ ഓപ്ഷനിൽ പഠിക്കുമ്പോൾ നമ്മൾ പ്രിലിംസും കവർ ചെയ്യും, മെയിൻസും കവർ ചെയ്യും. ദെൻ ഓപ്ഷൻ ലെവൽ ഓഫിൽ കുറച്ചുകൂടെ അതിന്റെ നമുക്ക് ആൻസർ റൈറ്റിംഗ് കൊണ്ടുവരേണ്ട കുറച്ച് ആഡ് ഓൺ എലമെന്റ്സ് കൂടെ നമ്മൾ പഠിച്ചു വെക്കും. ഇതാണ് നമ്മുടെ ലേണിംഗ് സിസ്റ്റം. 7th നോക്കിക്കേ. ഇന്ത്യൻ റെസ്പോൺസ് ടു ബ്രിട്ടീഷ് റൂൾ. നമ്മൾ സിവിൽ അപ്രൈസിംഗ്സ് എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ടാവും. ട്രൈബൽ ആൻഡ് പെസന്റ് റിവോൾട്ട്സ്, റിവോൾട്ട് ഓഫ് 1857, ദ പെസന്റ് മൂവ്മെന്റ്സ് ഓഫ് 1920s ആൻഡ് 30s. ഓക്കെ, അപ്പൊ അങ്ങനത്തെ കുറച്ച് ട്രെൻഡും അനാലിസിസും നേച്ചറും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്ന മൂവ്മെന്റുകളാണ് വരുന്നത്. ദെൻ ഏർലി ഇന്ത്യൻ നാഷണലിസം വിത്ത് റെസ്പെക്ട് ടു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ദെൻ സ്വദേശി മൂവ്മെന്റ്, ദാറ്റ് ഈസ് ഏർലി ഫേസ്. ഓക്കെ, ഏർലി ഫേസ്. ദെൻ നാഷണലിസം അണ്ടർ ഗാന്ധി. ഗാന്ധി നാഷണലിസത്തിന്റെ നേച്ചർ എന്തൊക്കെയാണ്? വാട്ട്സ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് റൗലറ്റ്, ഖിലാഫത്ത് ആൻഡ് നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്. ഇത് നമ്മൾ പ്രിലിംസിന് ചോദിക്കുന്ന പോലെ ചൗരി ചൗര ഇൻസിഡന്റിന് ശേഷം ട്രയലില് ഏത് വക്കീലന്മാരാണ് വാദിച്ചിട്ടുണ്ടായിരുന്നത് എന്ന രീതിയിലുള്ള ഫാക്ട് ചോദിക്കില്ല ഒരിക്കലും. സോ ഇതിന്റെ കുറച്ച് ഫീച്ചേഴ്സ് ചോദിക്കും, ഇതിന്റെ ഇമ്പാക്ട് ചോദിക്കും, ഇതിന്റെ അനാലിസിസ് ചോദിക്കും. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ്. അപ്പൊ ആ തീമിനെ വളരെ ഇമ്പോർട്ടൻസ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ആ കഥകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകും. അപ്പൊ കഥകളിലൂടെ പഠിക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ ഫ്രീഡം മൂവ്മെന്റ് എന്ന് പറയുന്നത്. 1922 to 30 സമയത്ത് നടക്കുന്ന ഇവന്റുകൾ, ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ്, കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള ഫർദർ ഡെവലപ്മെന്റ് ഫ്രം 1935. ഓക്കെ, അപ്പൊ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡെവലപ്മെന്റ് ഇവിടെ കുറച്ചുകൂടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ 1990, 1935 വളരെ വൃത്തിക്ക് പഠിച്ചോണം. ഇത് നിങ്ങൾക്ക് മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിക്ക് ആവശ്യമാണ്, പോളിറ്റിക്ക് ആവശ്യമാണ്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ കൂടെ വളരെ കൃത്യമായിട്ട് നമ്മൾ ഓരോ പ്രൊവിഷൻസ് എടുത്ത് അനലൈസ് ചെയ്ത് ഇത് ഇങ്ങനെയൊക്കെയാണെന്നുള്ളത് ഓപ്ഷനിൽ പഠിക്കുമ്പോൾ നമ്മളത് കൃത്യമായിട്ട് സിംപ്ലി ബൈഹാർട്ട് ചെയ്യാല്ലാതെ ഓരോ ഫീച്ചറും വളരെ വൃത്തിക്ക് മനസ്സിലാക്കിയിട്ട് എന്തുകൊണ്ട് ഇന്നത് എന്നുള്ളത് പറയൂ കേട്ടോ. അതാണ് വരുന്നത്. 11ാമതാണ്ടോ അതർ സ്ട്രാൻഡ്സ് ഇൻ നാഷണൽ മൂവ്മെന്റ്. ഈ അതർ സ്ട്രാൻഡ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു കോൺഗ്രസ് ഫേസ് ഉണ്ട്, ഗാന്ധിയൻ ഫേസ് ഉണ്ട്. അതല്ലാതെ വരുന്നത് എന്തൊക്കെയാണ്? റവല്യൂഷണറി മൂവ്മെന്റ് ആൻഡ് ലെഫ്റ്റിസ്റ്റ് മൂവ്മെന്റ് എന്നുള്ളതാണ്. ഇത് ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്ന ചില വിഷയങ്ങളായിരിക്കും, പക്ഷെ ഇത് കുറച്ചുകൂടെ
വൃത്തിക്ക് മനസ്സിലാക്കി പഠിക്കണം. അവരുടെ ഐഡിയോളജി എന്തായിരുന്നു, പ്രധാനപ്പെട്ട ലീഡേഴ്സ് എന്തൊക്കെയായിരുന്നു, പ്രധാനപ്പെട്ട ഇവന്റ്സ് എന്താണ്, അതിന്റെ അനാലിസിസ് എന്താണ്, ആ രീതിയിൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കേണ്ട ഒരു ടോപ്പിക്കാണ് അതർ സ്റ്റാൻഡ്സ് ഇൻ നാഷണൽ മൂവ്മെന്റ് ആൻഡ് പൊളിറ്റിക്സ് ഓഫ് സെപ്പറേറ്റിസം ആൻഡ് ഇൻഡിപെൻഡൻസ്. അതായത് കമ്മ്യൂണലിസം, പാർട്ടീഷൻ വരുന്നു, ഇൻഡിപെൻഡൻസ് സംഭവിക്കുന്നു, ആ സമയത്ത് ഉണ്ടായിരുന്ന സിറ്റുവേഷൻ എന്താണ്. അപ്പൊ നമുക്ക് ഫ്രീഡം കിട്ടിയതിനു ശേഷം എന്ത് സംഭവിച്ചു, ഇന്ത്യയെ ഒരു രാജ്യമായിട്ട് കൺസോൾട്ടേറ്റ് ചെയ്യണം. അപ്പൊ കൺസൾട്ടേഷൻ ഭാഗമായിട്ട് സ്റ്റേറ്റ് റീ ഓർഗനൈസേഷൻ വരുന്നുണ്ട്, ഇന്റഗ്രേഷൻ വരുന്നുണ്ട്, ആ നെഹ്റുവിന്റെ ഫോറിൻ പോളിസി ആസ് വെൽ ആസ് മറ്റു അതർ നെഹ്റുവിയൻ മെഷേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ കുറച്ചുകൂടി അറിഞ്ഞിരിക്കുമ്പോൾ 1947 വരെ ആയി. 1947 ശേഷമുള്ള ടോപ്പിക്കാണ് കാസ്റ്റ് ആൻഡ് എത്തിനിസിറ്റി എന്ന് പറയുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞത്, പലപ്പോഴും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ല. അങ്ങനത്തെ ടോപ്പിക്കാണ് വരുന്നത് ട്രൈബൽസ് ആൻഡ് ദളിത് മൂവ്മെന്റ്സ്. നിങ്ങൾ നക്സൽബാരി മൂവ്മെന്റ് എന്ന് പറയുന്ന ഒരു മൂവ്മെന്റ് കുറിച്ച് കേട്ടിരുന്നോ? നക്സലിസത്തിന്റെ തുടക്കം ഈ നക്സൽബാരി എന്ന് പറയുന്ന ഒരു മൂവ്മെന്റുമായി ബന്ധപ്പെട്ടിട്ടാണ്. ദളിത് പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ടുള്ള മൂവ്മെന്റുകളുണ്ട്, ദളിതുമായി ബന്ധപ്പെട്ടുള്ള പഞ്ചശീല പദ്ധതികളൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊന്ന് വൃത്തിക്ക് മനസ്സിലാക്കി വെക്കലാണ്. ഇന്ത്യയിൽ എങ്ങനെയാണ് ഈ ഒരു ദളിത് കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ട്രൈബൽ കമ്മ്യൂണിറ്റി പോലെയുള്ള കമ്മ്യൂണിറ്റീസിനെ ഇന്ത്യയുടെ മെയിൻ സ്ട്രീമിലോട്ട് കൊണ്ടുവരാൻ വേണ്ടി ഗവൺമെന്റ് എടുക്കുന്ന മെഷേഴ്സ് എന്തൊക്കെയാണ്. അത് നിങ്ങൾ ഇന്റേണൽ സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ട് കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടോ? സിമിലർലി അതിന്റെ കുറച്ച് കാര്യങ്ങൾ ഇവിടെ വരികയാണ്. അപ്പൊ നോക്കിക്കേ, നിങ്ങൾ ഹിസ്റ്ററി എന്ന് പറയുന്ന സബ്ജക്ട് പഠിക്കുന്ന സമയത്ത് ഇറ്റ് ഈസ് ഗോയിങ് ടു ഹെൽപ്പ് യുവർ ഇക്കണോമി, ഇറ്റ് ഈസ് ഗോയിങ് ടു ഹെൽപ്പ് യുവർ പോളിറ്റി, ഇറ്റ് ഈസ് ഗോയിങ് ടു ഹെൽപ്പ് യുവർ ജോഗ്രഫി, ഇറ്റ് ഈസ് ഹെൽപ്പ് യുവർ ഇന്റേണൽ സെക്യൂരിറ്റി, എത്തിക്സ്, എസ്എ, പലതിലും ഹെൽപ്ഫുൾ ആകുന്നുണ്ട്. അപ്പൊ ആ രീതിയിൽ മനസ്സിലാക്കിയിട്ട് തന്നെ നിങ്ങൾ ഈ സബ്ജക്ട് അപ്രോച്ച് ചെയ്യുമ്പോൾ നിങ്ങളുടെ ലേണിംഗ് പ്രോസസ്സ് കുറച്ചുകൂടെ വൈഡ് ആൻഡ് വിവിഡ് ആയിട്ട് മാറും. അതാണ് നമുക്ക് വേണ്ടത്. അങ്ങനെ കുറച്ചുകൂടെ കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് ക്വസ്റ്റൻസ് കാണുമ്പോൾ അനാലിസിസും കൊണ്ടുവരാൻ പറ്റും, മൾട്ടിപ്പിൾ ഡയമെൻഷൻസിൽ പോയിന്റ്സ് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. ആ രീതിയിൽ വേണം ചെയ്യാൻ കേട്ടോ. Then economic development and political change. Economic development and political change എന്ന് പറയുന്ന ഒരു 15th യൂണിറ്റ് ഉണ്ട്. That is land reforms, ecology conservation movements, science and tech development. നമ്മുടെ സ്പാർട്ടൻസിന്റെ യൂട്യൂബ് ചാനലിലെ വിൽ ബി ഡിസ്കസിങ് ദീസ് ലാൻഡ് റിഫോംസ്. ഓക്കെ, ആസ് പാർട്ട് ഓഫ് ഇന്ത്യൻ ഇക്കണോമി. അത് നമുക്ക് ഹിസ്റ്ററിയിലും ഡിസ്കസ് ചെയ്യാം, പക്ഷെ ഇവിടെ എന്തുണ്ട്, എക്കണോമിയുടെ ഭാഗമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, എന്തായിരുന്നു അതിന്റെ ഡിഫറെന്റ് ഫേസസ് എന്നൊക്കെ ഉള്ളത്. Then ecology conservation movement, നിങ്ങൾ കേട്ടിട്ടില്ലേ, നർമ്മദ ബച്ചാവോ ആന്തോളൻ, സൈലന്റ് വാലി. അപ്പൊ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. ദെൻ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ കുറച്ച് ഡെവലപ്മെന്റ്സ് എങ്ങനെയാണ് വരുന്നത്. ഈ സയൻസ് ആൻഡ് ടെക്നോളജി ഡെവലപ്മെന്റ്സ് നമുക്ക് സയൻസ് ആൻഡ് ടെക്നോളജിയിലും പഠിക്കാനുണ്ട്, ഇന്റേണൽ സെക്യൂരിറ്റിയിലും പഠിക്കാനുണ്ട്. അപ്പൊ അതിലൊക്കെ യൂസ്ഫുൾ ആവുന്ന ഒരു സബ്ജക്ട് ആണ് ഹിസ്റ്ററി. സോ ഹിസ്റ്ററി അങ്ങനെ വളരെ ഒരു വൈഡ് ആയിട്ട് കിടക്കുന്ന ഒരു സോഷ്യൽ സബ്ജക്ട് ആണ്. അപ്പൊ അതിനെ നമ്മൾ കൃത്യമായിട്ട് സിലബസ് ഓറിയന്റഡ് ആയിട്ട് ഈ കോർ ടോപ്പിക്കുകളുടെ അടിസ്ഥാനത്തിൽ പഠിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ that's our great learning. So my summary is that നിങ്ങൾ ഓൾറെഡി പ്രിലിംസിന് പഠിച്ചിരിക്കുന്ന കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് വിശാലമായി മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളതാണ് ഓപ്ഷണൽ. അല്ലാതെ അഡീഷണലി ഒന്നും പഠിക്കാനില്ല. ഇതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ യൂണിറ്റും സിലബസും നിങ്ങൾക്ക് UPSC നിർബന്ധവുമാണ്. അപ്പൊ അതുകൊണ്ട് ഹിസ്റ്ററി ഓപ്ഷനിലൂടെ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത് തന്നെ എന്താണ്, ആസ് എ ബിഗ് ഓപ്പർച്യൂണിറ്റി ഓഫ് ലേണിംഗ് മൾട്ടിപ്പിൾ സബ്ജക്ട്സ് ഇൻ എ സിംഗിൾ സ്റ്റേജ്. ഓക്കെ, അപ്പൊ അതാണ് വരുന്നത്. സോ ആ രീതിയിൽ മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ പഠനം കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, സോ ദിസ് ഈസ് ഓൾ അബൌട്ട് വാട്ട് യു ഹാവ് ടു ലേൺ ഫ്രം മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി. ഇതുവരെ ഓക്കെ ആണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പൊ മോഡേൺ ഇന്ത്യയുടെ ഒരു ഔട്ട്ലൈനും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു കഴിഞ്ഞു. നൗ വിൽ ബി ഡിസ്കസിങ് സ്റ്റാർട്ടിംഗ് ഫ്രം ദ ഫസ്റ്റ് ചാപ്റ്റർ, യൂറോപ്യൻ പെനിട്രേഷൻ ടു ഇന്ത്യ. ഓക്കെ, അപ്പൊ അതിൽ യൂറോപ്യന്മാരുടെ ഡിസ്കഷൻ ആണ് ഇനി നടത്താൻ പോകുന്നത്.